ഉണ്ടാകുവാൻ പാടില്ല. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് കുടിശ്ശിക എന്ന് പറയുമ്പോൾ ഞാനൊരു പള്ളിയുടെ പ്രസിഡന്റ് ആയിരുന്നു. കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഏതാണ്ട് 10,000-ഓളം വരുന്ന മെമ്പർമാരുള്ള ഒരു പള്ളിയുടെയും അതിന്റെ സ്വത്തുവകകളുടെയും നേതൃത്വ സ്ഥാനത്തിരുന്നു കൊണ്ട് അന്ന് വഖഫ് ബോർഡുമായി ഒരുപാട് ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. അനധികൃതമായി കണക്കുകൾ ഉണ്ടാക്കി പള്ളികളെ കുടിശ്ശികക്കാരാക്കുന്നു. എന്തിനു വേണ്ടിയാണ് അങ്ങനെ കുടിശ്ശികക്കാരാക്കുന്നത് എന്ന് ചോദിച്ചാൽ, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അണ്ടറിൽ കേരളത്തിലെ വഖഫ് ബോർഡ് നിലനിൽക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വോട്ടവകാശം പല സ്ഥാപനങ്ങളിലും നിഷേധിക്കുന്നു. അവരെ കുടിശ്ശികക്കാരാക്കുന്നു. അവരെ വഖഫ് ബോർഡിലെ വഖഫ് സ്ഥാപനങ്ങളുടെ സംരക്ഷകരായിട്ടുള്ളവർ സത്യസന്ധമായി പ്രവർത്തിച്ചാൽ പോലും കള്ളന്മാരും കൊള്ളയടിക്കാരും അതുപോലെ തന്നെ പിടിച്ചുപറിക്കാരുമായിട്ട് കള്ളക്കണക്കുകൾ കൊടുക്കുന്നവരായിട്ട് അവരെ മാറ്റിയെടുത്തുകൊണ്ട് വഖഫ് ബോർഡ് അങ്ങനെ ദുഷ്ടലാക്കോടുകൂടി